വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മായിയമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയപ്പനെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് യേശുവിൻ്റെ പ്രസ്താവന വലിയ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നിയേക്കാം. വരുവാനിരിക്കുന്ന രക്ഷകനെ സമാധാനത്തിൻ്റെ രാജാവായിട്ടാണല്ലോ യേശയ്യാ പ്രവാചകൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അവൻ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. സമാധാനമാണ് യേശുവിൻ്റെ ദൗത്യം. അത് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന്. തൻ്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യത്തിനായി അയക്കുമ്പോൾ യേശു തമ്പുരാൻ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന്, നിങ്ങൾ ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ ആ ഭവനത്തിലുള്ളവർക്ക് സമാധാനം ആശംസിക്കണം എന്നാണല്ലോ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ അങ്ങനെയാണ് ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി അയക്കുന്നത്. യേശു നൽകുന്ന വാഗ്ദാനം സമാധാനത്തിന് ഒരു മറുവശം കൂടിയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ശിമോൻ്റെ കരങ്ങളിൽ ശിശുവായ യേശുവിനെ എടുക്കുമ്പോൾ ശിമോൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും, ഇവൻ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും എന്ന്. ജനത്തിൻ്റെ ധാർമ്മികമായ അധഃപതനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മീഖാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പുത്രൻ പിതാവിനോട് നിന്ന് പ്രവർത്തിക്കുന്നു, മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരെ നിൽക്കുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായി തീരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് മീഖാ പ്രവാചകൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഭിന്നിപ്പിന് കാരണമെന്താണ്? അത് മനുഷ്യൻ്റെ ധാർമ്മികമായ അധഃപതനമാണ് എന്നുള്ളത് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ധാർമ്മികതയും അധാർമികതയും കൂട്ടുപിടിക്കുവാൻ അതിൻ്റേതായ ഭിന്നതകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അതൊരു യുദ്ധമായി തന്നെ മാറുകയാണ്. അവിടെ കുടുംബങ്ങളിൽ ഭിന്നത കാണുന്നു. യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ നീതി സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരും അതിനെ എതിർക്കുന്നവരും തമ്മിലുള്ള
ഭിന്നിപ്പിൻ്റെ രൂക്ഷതയാണ് യേശു ഉദ്ദേശിച്ചത്. യേശു കൊണ്ടുവന്നിരിക്കുന്നത് വാളാണ്. ഈ വാൾ അവിടുത്തെ വചനമാണ്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ച് അറിയുവാൻ കഴിവുള്ളതുമാണ് എന്ന്. ഉള്ളതും ഉള്ളും അറിയുവാൻ തമ്പുരാൻ്റെ വചനം നമ്മെ സഹായിക്കുമ്പോൾ യേശുവിൻ്റെ വചനം ശ്രവിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് യേശു സമാധാനം ആശംസിക്കുന്നത്. ഈ ലോകത്തിലും പരലോകത്തിലും എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അതാണ് നമുക്ക് ശാശ്വതമായ സമാധാനത്തിൻ്റെ വഴി. അവിടുത്തെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ആയാസരഹിതവും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സമാധാനമല്ല യേശു വിഭാവനം ചെയ്യുന്ന സമാധാനം. യേശുവിൻ്റെ സാന്നിധ്യം, യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഒരു ഭിന്നതയല്ല അവിടെ നാം കാണുന്നത്, ഒരു ഓപ്ഷനാണ്. യേശുവിനോട് കൂടി നിൽക്കണമോ അതോ യേശുവിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമോ എന്നുള്ളതാണ്. നന്മയായ ഈശോയോട് ചേർന്ന് നാം നിൽക്കുമ്പോൾ നന്മയ്ക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടുന്ന് കുരിശിനെക്കുറിച്ചുള്ള തൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് ഈ വാക്യങ്ങളെയൊക്കെ കുറെ കൂടെ വ്യക്തമാക്കി തരുന്നത്. രക്ഷകൻ്റെ ആദ്യ പരാമർശം തന്നെ റോമൻ പൗരം എടുക്കാത്ത ആളുകൾ കുറ്റവാളികളായി കാണുമ്പോൾ അവരെ ശിക്ഷിച്ചിരുന്നത് കുരിശുമരണത്തിലൂടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രത്തിൽ വധശിക്ഷയ്ക്ക് റോമൻ പൗരന്മാരല്ലാത്തവർക്ക് കൊടുത്തിരുന്നത് കുരിശുമരണമായിരുന്നു. ശിഷ്യർക്കുള്ള കുരിശിനെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ യേശു തമ്പുരാൻ നൽകുന്നത്. എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ കുരിശിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ആ കുരിശിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ ശൂന്യവൽക്കരണത്തിൻ്റെ പാതയിലൂടെ വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തു കാണിച്ചു തന്ന വഴിയാണ് ശൂന്യവൽക്കരണത്തിൻ്റെ വഴി. സത്യം താൻ സത്യമാണെന്നും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നവനാണെന്നും യേശു തമ്പുരാൻ പറയുമ്പോൾ എന്താണ് സത്യം, എവിടെയാണ് സത്യം, ആരാണ് സത്യം പറയുന്നത്? നിയമസഭയിലോ കോടതിയിലോ സഭയിലോ എവിടെയാണ് സത്യമെന്ന് മനുഷ്യൻ ചോദിക്കുമ്പോൾ ആ സത്യം ദൈവമാണെന്നും ആ ദൈവത്തിന് മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കുവാൻ കഴിയുകയുള്ളൂ എന്നും കാണുമ്പോൾ ദൈവത്തെ മറന്നുള്ള പ്രവർത്തനങ്ങൾ, പണത്തിനും പ്രതാപത്തിനും സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ മാതാപിതാക്കളെ അംഗീകരിക്കാതെയും സഹോദരങ്ങളെ അംഗീകരിക്കാതെയും ഭാര്യയെയും ഭർത്താവിനെ അംഗീകരിക്കാതെയും മക്കളെ അംഗീകരിക്കാതെയും ഒക്കെയുള്ള ആ ജീവിതം ഒരു വലിയ യുദ്ധം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് മനുഷ്യനല്ലാതാക്കി തീർത്തുകൊണ്ട് പണത്തിനും പ്രതാപത്തിനും സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹം വളർന്നു വരുമ്പോൾ പാപബോധവും
പശ്ചാത്താപവും നഷ്ടപ്പെട്ട ഒരു സമൂഹം വളർന്നു വരുമ്പോൾ അവിടെ സത്യത്തിലും നീതിക്കും ധാർമ്മികതയ്ക്കും സനാതന മൂല്യങ്ങൾക്കും വിലയും നിലയും കൊടുക്കുന്ന ആളുകൾ ഇന്നുണ്ടാകണം എന്നുള്ളതാണ്. അവിടെയാണ് ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ആളുകൾ. അവരുടെ ജീവിതത്തിൽ കുരുക്ഷേത്ര യുദ്ധം പോലെ അത് ധർമ്മയുദ്ധമായിട്ട് കാണുവാൻ അവർക്ക് കഴിയണം. കുരുക്ഷേത്ര യുദ്ധത്തിൽ പോരാടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലക്ഷ്യമുണ്ട്. ധർമ്മയുദ്ധത്തിൽ പോരാടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ധർമ്മം നിലനിർത്തണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം. അങ്ങനെ ഉന്നതമായ ലക്ഷ്യത്തോടു കൂടി നിത്യ അനിത്യ ജീവിതത്തിൽ നിത്യജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതേപോലെ സത്യ അസത്യ ജീവിതത്തിൽ സത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതേപോലെ ധർമ്മ അധർമ്മ ജീവിതത്തിൽ ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണമെങ്കിൽ നിശ്ചയമായും അധർമ്മത്തിനെതിരെ പോരാടണം, അനീതിക്കെതിരെ പോരാടണം, അസത്യത്തിനെതിരെ പോരാടണം. അതാണ് ദൈവം നമ്മോട് പറയുന്നത്. നമുക്ക് സ്വന്തം കുരിശെടുത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കണം എങ്കിൽ ആ കുരിശ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും തെറ്റിദ്ധാരണകളും പീഡകളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ ഉൾപ്പെട്ടതാണ് ആ കുരിശ് എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യരുമായിട്ടുള്ള ബന്ധവും നേടിയെടുക്കുവാൻ കഴിയുക എന്നുള്ളതായിരുന്നുവല്ലോ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ കടന്നുവരവിൻ്റെ ഉദ്ദേശം. അത് നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയണം എങ്കിൽ നാം യുദ്ധം ചെയ്തെങ്കിലേ പറ്റൂ. ആ യുദ്ധത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ല, അവിടെ സത്യം വിജയിക്കുവാൻ, ധർമ്മം വിജയിക്കുവാൻ, നീതി നിലനിർത്തുവാൻ നടത്തുന്ന പരിശ്രമമായിട്ടാണ് ആ യുദ്ധത്തെ കാണേണ്ടത്. ഇല്ല എന്ന് വരികിൽ എനിക്ക് യുദ്ധം വേണ്ട എന്നുള്ള ഒരു സംതൃപ്തിയിൽ ജീവിക്കുവാൻ പരിശ്രമിച്ചാൽ അവിടെ അധർമ്മം വിജയിക്കുന്നതായും അസത്യം വിജയിക്കുന്നതായും അനിത്യത വിജയിക്കുന്നതായും ഒക്കെ കാണുമ്പോൾ അവിടെയാണ് കുരിശില്ലാതെ നമുക്ക് കിരീടമില്ല, കഷ്ടപ്പെടാതെ സുഖിക്കാനാവില്ല, അധ്വാനിക്കാതെ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല എന്നുള്ള സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭിന്നിപ്പിൻ്റെ ഒരു സ്വരം എന്നതിനേക്കാൾ, ഭിന്നിപ്പല്ല, ഒരു ഓപ്ഷൻ, പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ക്രൈസ്റ്റ്, ഫോർ ദ പുവർ, ഫോർ ജസ്റ്റിസ്, പീസ്, ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് വരുമ്പോൾ അതിനെതിരെ വരുന്ന ശക്തികളുമായി നമ്മൾ പോരാടേണ്ടതായിട്ടുണ്ട്. ആ യുദ്ധമാണ് ഇവിടെ പറയുന്നത്. ആ യുദ്ധം, അതിൻ്റെ വാളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ഉപയോഗിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ജീവിതത്തെ ഒരു സന്ദേശമാക്കി മാറ്റുവാൻ, സമാധാനത്തിൻ്റെ സന്ദേശമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം മെസോപ്പൊട്ടോമിയയിലെ സിസിബീസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അപ്രേം. അപ്രേമിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവർഷം 306 ആണ്ടിൽ അദ്ദേഹം മെസോപ്പൊട്ടോമിയയിലെ സിസിബീസിലാണ് ജനിച്ചത്. കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന അദ്ദേഹം 18-ാമത്തെ വയസ്സിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയാകുന്നത്. സിസിബീസ് മുസ്ലിങ്ങൾ പിടിച്ചടക്കിയ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവിടെ നിന്നും എഡാസയിലേക്ക് പുറപ്പെടുകയാണ്. എഡേസയിൽ വാസ്തവത്തിൽ ആരാധനക്രമത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റേതുമായ ഒരു വിദ്യാലയം അവിടെ ഉണ്ടായിരുന്നു. അത് വളരെ പ്രശസ്തിയിലേക്ക് വരുന്നത് അപ്രേം അവിടെ പ്രവർത്തിക്കുവാൻ ചെല്ലുന്ന ആ കാലഘട്ടത്തിലാണ്. എഡേസയിൽ വെച്ച് അദ്ദേഹം പൗരോഹിത്യത്തിൻ്റെ 6-ാം പട്ടം, ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നു. എന്നാൽ പുരോഹിതനായി അഭിഷിക്തനാകുവാൻ തൻ്റെ എളിമ അനുവദിക്കുന്നില്ല. നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട്, നല്ല കൃതികൾ രചിച്ചുകൊണ്ട്, പാഷണ്ഡതകൾക്കെതിരായിട്ട്, ആര്യനിസത്തിനെതിരായി, ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും, ആ 2 സ്വഭാവങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പാഷണ്ഡത വളർന്നു വന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ
ദൈവസ്വഭാവവും യേശുക്രിസ്തുവിൻ്റെ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും അംഗീകരിച്ചുകൊണ്ടുള്ള കൃതികൾ രചിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേപോലെ മാനിക്കനിസം എന്ന് പറയുന്ന ഹെരസി, പാഷണ്ഡത, അവിടെ ഗുഡ് ആൻഡ് ഈവിൾ, നന്മയും തിന്മയുമായിട്ടുള്ള കടുത്ത പ്രതിസന്ധികളിൽ ആത്യന്തികമായി നന്മ വിജയിക്കുന്നു എന്ന് കാണുമ്പോൾ, ചില അവസരങ്ങളിലൊക്കെ തിന്മ വിജയിക്കുന്നു എന്ന് കാണുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ദൈവികമായ ഒരു ബോധ്യത്തിൽ നിന്നും അവരെ അകറ്റുവാൻ പരിശ്രമിച്ചതായ സാഹചര്യത്തിൽ അതിനെതിരെയും വളരെ ശക്തമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അപ്രേം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജീവിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മെത്രാനായി ഉയർത്തപ്പെടുവാൻ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ തൻ്റെ എളിമ കൊണ്ട് ഒരു മെത്രാനാകുന്നതിന് അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, സാധാരണക്കാരുടെ വഴിയിൽ നിന്നും വ്യത്യസ്തമായി ശൂന്യവൽക്കരണത്തിൻ്റെ വഴി, അതായത് നിലത്ത് കിടന്ന് ഉറങ്ങുക, രാത്രിയിൽ ദീർഘനേരം പ്രാർത്ഥിക്കുക, ദീർഘമായ ഉപവാസം നടത്തുക, മറ്റുള്ളവരുടെ പ്രശംസകളൊക്കെ കേൾക്കാതെ അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മാറി നിൽക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു. അവിടെയാണ് ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുന്ന ശ്രേഷ്ഠതയല്ല കുരിശിൻ്റെ വഴി എന്നുള്ളത് വിശുദ്ധ അപ്രേം തൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കൃതികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ത്യവിധിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം ചരിത്രത്തിൽ മഹാനായ ദാന്തെയുടെ കവിതകളിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തിയെന്ന് ദാന്തെ തന്നെ എടുത്തു പറയുമ്പോൾ, ദാവീദിൻ്റെ വീണ കിന്നരം എന്നൊക്കെ പറയുന്ന അപ്രേം എത്ര മഹത്തായ ഒരു ശുശ്രൂഷയാണ് നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിലെ പല പുസ്തകങ്ങളും, പ്രത്യേകിച്ച് ഉൽപ്പത്തി, പുറപ്പാട്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ, പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ അദ്ദേഹം വളരെ സരസമായ രീതിയിൽ വ്യാഖ്യാനിച്ച് ജനത്തിന് അനുഭവവേദ്യമാക്കി കൊടുത്തിട്ടുണ്ട്. തൻ്റെ ഉജ്ജ്വലമായ പ്രസംഗങ്ങളൊക്കെ വളരെ ലളിതമായ രീതിയിൽ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്, മനുഷ്യ അവതാരത്തെക്കുറിച്ച്, ദൈവികമായ കൃപകൾ സഭയിൽ കൂദാശകളിലൂടെ ലഭിക്കുന്ന ആ വലിയ സത്യത്തെക്കുറിച്ച്, പരിശുദ്ധ അമ്മയുടെ മരീശാസ്ത്രത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ സുറിയാനി ഭാഷയിലൂടെ നൽകിയിട്ടുള്ളതായ കവിതകളിൽ എല്ലാം തന്നെ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. നരക കവാടം തകർത്ത് സ്വർഗ കവാടം തുറക്കുന്ന അനുഭവം, അതായത് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർ തോമാ ശ്ലീഹായെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, യേശുവാകുന്ന സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് രശ്മിയായി കടന്നു ചെന്ന് ഭാരതത്തിൻ്റെ ഇരുളകറ്റി തദ്ദേശവാസികളെ യേശുവിലുള്ള വിശ്വാസത്തിലേക്കും അവിടുന്നാകുന്ന വെളിച്ചത്തിലേക്കും അദ്ദേഹം നയിച്ചു എന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന പരാമർശങ്ങൾ നിർമ്മല, പരിശുദ്ധ, അനുഗ്രഹീത, കന്യക, പ്രപഞ്ചനാഥനായ പുത്രൻ്റെ പാപരഹിതയായ അമ്മ, പാപികളുടെ പ്രതീക്ഷ, നഷ്ടപ്പെട്ടവരുടെ സങ്കേതം, സർവകൃപകളും നിറഞ്ഞവൾ, പിശാചിൻ്റെ പരീക്ഷകളിൽ നിന്നും തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നവൾ, മരണസമയത്തും വിധിയുടേതായ അവസരങ്ങളിലും തൻ്റെ മക്കൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്നവൾ എന്നൊക്കെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനിയും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജീവനെയും രക്ഷയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളാണ്.
ജീവൻ സുവിശേഷങ്ങളുടെ കേന്ദ്ര ചിന്തയാണല്ലോ. ജീവൻ തന്നെയായ ഈശോ ലോകത്തിലേക്ക് ജീവൻ നൽകുവാൻ വന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. നിത്യജീവനിലേക്ക് ഉള്ള മനുഷ്യൻ്റെ യാത്രയിൽ 5 തലങ്ങളെയാണ് വിശുദ്ധ അപ്രയം അവതരിപ്പിക്കുന്നത്. പറുദീസായിലെ മഹത്വപൂർണമായ ജീവിതം, രണ്ടാമതായി ആദ്യ പാപവും അതിൻ്റെ പരിണിതഫലമായ പറുദീസായും നഷ്ടം, അതിൻ്റെ ഫലം മരണം. മൂന്നാമതായി ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് ജീവദാതാവായി ഈശോ വരുന്നു. മനുഷ്യർക്കെതിരെ അടയ്ക്കപ്പെട്ട പറുദീസായുടെ വാതിൽ അവിടുന്ന് തുറന്നു തരുന്നു. നാലാമതായിട്ട് കർത്താവിൻ്റെ തുടർച്ചയായ സഭയാണ് ഈ ലോകത്തിലെ പറുദീസ. സഭയിലെ ജീവദായകമായ കൂദാശകളിലൂടെ പറുദീസായിൽ പ്രവേശിക്കുന്നതിനുള്ള പാത ഒരുക്കുകയാണ് സഭയുടെ ദൗത്യം. അഞ്ചാമതായി സ്വർഗീയമായ പറുദീസ. രണ്ടാം പറുദീസ രക്ഷാകര ചരിത്രത്തിൻ്റെ അവസാനം നിത്യജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുന്നത് സ്വർഗീയ പറുദീസയിലാണ്. നഷ്ടപ്പെട്ട ആദ്യ പറുദീസായുടെ വീണ്ടെടുക്കലാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിത്യജീവനെക്കുറിച്ച്, സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശം എത്ര വലുതാണ്. മഹത്വവും പ്രതാപവും നിറഞ്ഞ ജീവിതമാണ് പറുദീസായുടെ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തോടും പ്രകൃതിയോടും തന്നോട് തന്നെയും കൂട്ടായ്മയിൽ കഴിഞ്ഞ ഒരു കാലത്തെക്കുറിച്ചും ആ കൂട്ടായ്മയിൽ നിന്നുള്ള അകൽച്ചയുടെ പരിണിത ഫലങ്ങളെക്കുറിച്ചുമൊക്കെ സഭാപിതാവ് നൽകുന്ന ആ സന്ദേശം ഏറെ ശ്ലാഘനീയമാണ്. ദൈവം ആദത്തെ മഹത്വത്തോടുകൂടി സൃഷ്ടിച്ചു. അവനെല്ലാ കഴിവുകളും നൽകി. പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടാണല്ലോ ആദത്തെ അവിടുന്ന് ഏർപ്പെടുത്തുന്നത്. പ്രപഞ്ചത്തിന് രാജാവായിരുന്ന താമസം, ഭക്ഷണം, മഹത്വം, ശക്തി എന്നിവയിൽ അവൻ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് വേണ്ടിയാണ് അവിടുന്ന് സൃഷ്ടിച്ചത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവന് പ്രപഞ്ചത്തോടുള്ള ബന്ധം ആഴത്തിലുള്ളതാണെന്നൊക്കെ നമ്മെ ഓർമ്മിപ്പിച്ചു. ഇനി മനുഷ്യ ശരീരത്തിൻ്റെ മഹത്വത്തിൻ്റെ കാരണങ്ങളും അദ്ദേഹം പറഞ്ഞു. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. മിശിഹ മനുഷ്യ ശരീരം ധരിച്ചു. വിശുദ്ധ കുർബാനയിൽ ഒരു പദാർത്ഥത്തിൻ്റെ രൂപം ഈശോ സ്വീകരിക്കുകയാണ്. മഹത്വപൂർണ്ണ ശരീരത്തിലെ കണ്ണുകൾ വിശുദ്ധ പുണ്യത്താൽ അലങ്കൃതമാണ്. കാതുകൾ നൈർമല്യം കൊണ്ടെന്നും കാലുകൾ മഹത്വം കൊണ്ടും അവയവങ്ങൾ വിശുദ്ധി കൊണ്ടും അതിൻ്റെ വായിൽ സ്തുതിപ്പും നാവിൽ നന്ദിപ്രകാശവും ചുണ്ടുകളിൽ അനുഗ്രഹാശിസുകളുമാണ്. അങ്ങനെയുള്ള ഉന്നതമായ സന്ദേശം നൽകുവാൻ വിശുദ്ധ അപ്രേമിന് കഴിഞ്ഞത് ഈ കുരിശെടുത്തുകൊണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തമ്പുരാനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ ജഡികാസക്തികളിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ടുകൊണ്ട് ആത്മീയതയിലേക്ക് ഉയർന്നു വരുവാൻ കഴിഞ്ഞ തമ്പുരാൻ്റെ വീണ, ദാവീദിൻ്റെ മനോഹരമായ വീണ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധ അപ്രയം നമുക്ക് നൽകുന്ന മാതൃക സന്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ലൗകായികത്വത്തോട് യുദ്ധം ചെയ്ത് ആത്മീയതയിൽ നാം ഓരോരുത്തരും വളർന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനം, സന്തോഷം ഏറെ വലുതാണ്. അതനുഭവിക്കുവാൻ നമ്മേവരെയും വിശുദ്ധ അപ്രേമിൻ്റെ മധ്യസ്ഥതയിൽ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.